ഇ ഡി ഇപ്പോൾ കൊടുത്ത ഒരു നോട്ടീസിനെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി അല്പം മുമ്പ് മാധ്യമങ്ങളോട് ചോദിച്ചത് ഏത് നോട്ടീസ്, ആര്, എവിടെ, ആർക്ക് കൊടുത്തു, എനിക്കറിയില്ല, എൻ്റെ മകനറിയില്ല എന്നാണ്. പക്ഷേ ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്ന ആ സമൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇ ഡി സ്വയം സൃഷ്ടിച്ചവിടെ ഇടുന്നതാണോ, ഇത് സൃഷ്ടിച്ച ശേഷം കൈമാറാതിരിക്കുന്നതാണോ നമുക്കറിയില്ല. അങ്ങനെയുള്ള ഇ ഡി വന്നാൽ ഇതുപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കെയർ ഓഫ് സ്വാമി അയ്യപ്പൻ സന്നിധാനം പമ്പ പോസ്റ്റ് പത്തനംതിട്ട ജില്ല എന്ന് എഴുതി വിടുമായിരിക്കും. നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. നിങ്ങൾ ഈ പറയുന്ന മകനില്ലേ, നിങ്ങൾ എത്ര പേര് ആ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല. അവനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിന്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുവാൻ സംശയമാണ്. അതാണ് എൻ്റെ മകന്റെ പ്രത്യേകത. ഏതച്ഛനും ഏത് മകനെ കുറിച്ച് അഭിമാനബോധം ഉണ്ടാവും. പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കള് ആരും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ. മകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതൊന്ന് കേൾക്കാം. എന്താ നിങ്ങൾ വിചാരിച്ചത്? മകളെ പറ്റി പറഞ്ഞാൽ ഞാനല്ലാതെ കിടുങ്ങി പോകുന്നതാണ്. പച്ച കള്ളമാണ് നിങ്ങളിവിടെ പറഞ്ഞത്. നീ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എൻ്റെ മകളുടെ മെന്ററായിട്ട് ആ മകൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ സത്യവിരുദ്ധമായ കാര്യങ്ങളാണോ അവതരിപ്പിക്കുന്നത്? അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് പിന്നെ വീണ്ടും അസംബന്ധങ്ങൾ ആവർത്തിക്കാനാണോ? അതിനാണോ ശ്രമിക്കേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ പറയണം. വെറുതെ വീട്ടിൽ കഴിയുന്ന ആളെ വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന നിലയാണോ എടുക്കേണ്ടത്? അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്കൊരു ജോലി എടുത്ത് അവിടെ കഴിയുന്ന ഒരാളെ ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ആളെ പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. അതുകൊണ്ട് വിവാദമാകും. അത് എന്നെ ബാധിക്കും, ഈ പറഞ്ഞ ആളെ ബാധിക്കൂ. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ആ ചെറുപ്പക്കാരൻ മര്യാദക്കുള്ളൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാളെ പൊതുരീതികൾ, ജോലി, പിന്നെ വീട്, ഇത് മാത്രമാണ്. ഒരു പൊതുപ്രവർത്തന രംഗത്തും അയാളില്ല സാധാരണഗതിയിൽ. തെറ്റായ ഒരു കാര്യത്തിനും ഇതേവരെ അയാൾ പോയിട്ടുമില്ല. നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല. മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധയിലുണ്ടാവുമല്ലോ. ഞാനതിൽ അഭിമാനിക്കുകയാണ്. നല്ല അഭിമാനം എനിക്കുണ്ട്. എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത, എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. അതാണ് കാണേണ്ട കാര്യം. അതുകൊണ്ട് ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല.